അത് കള്ളത്തരത്തിലൂടെ വ്യാജ വോട്ടുകളിലൂടെ നേടിയ വിജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ PQRSQ അച്ഛന് കാച്ചാട്ടാത്താവ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJPയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് ഈ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഈ രാജ്യത്ത് പാൽ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ആളെ വരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിശാലമായ ജനാധിപത്യ മാതൃക. അമേരിക്ക എത്ര കാലം കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്നത്? ഇപ്പോഴും ഭിന്നലിംഗക്കാർക്ക് വോട്ടവകാശമില്ലാത്ത എത്ര രാജ്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുമുണ്ട്. ഇപ്പോഴും രാജ്യത്തിന്റെ തലവനെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത എത്ര രാജ്യങ്ങൾ നമ്മുടെ അയൽപക്കത്തായിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വിജയം പോലും ആധികാരികമായിരുന്നില്ല, അത് കള്ളത്തരത്തിലൂടെ വ്യാജ വോട്ടുകളിലൂടെ നേടിയ വിജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. നമുക്കറിയുന്നത് അങ്ങനെ PQRSQ അച്ഛന് കാച്ചാട്ടാത്താവ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJPയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. BJPക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ ഇടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJPക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്. ആ വിജയങ്ങൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ അവസാനമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ ബീഹാറിന്റെ മുന്നിൽ, ആ ബീഹാറിന്റെ മണ്ണിൽ വോട്ടർ ജാഗരൺ യാത്ര എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ഓരോ ദിവസവും അണിനിരക്കുന്നത് 10,000-കണക്കിനായ മനുഷ്യന്മാരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കുവാൻ, ഈ രാജ്യത്തിന്റെ തകർന്നു പോകുന്ന ജനാധിപത്യ വ്യവസ്ഥയെ തിരികെ പിടിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ബീഹാറിന്റെ രൂപത്തിൽ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾക്ക് സന്ധിയില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഈ തിരുവനന്തപുരത്തെ ACയും CIയും അടക്കമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ കേരള പോലീസ്, ഈ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഈ നാടിൻ്റെ പ്രത്യേകത മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന നാടാണ്. വർഗീയത എങ്ങനെയൊക്കെ വേരൂന്നുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പരാജയപ്പെടുത്തിയ നേമവും മഞ്ചേശ്വരവും പാലക്കാടും അടങ്ങുന്ന ഈ കേരളത്തിൽ